കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര കാത്തലിക് ടിവിയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഞായറാഴ്ച ആരാധനക്രമ വത്സരത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മുടെ ആരാധനക്രമം അനുസരിച്ച് നമ്മൾ ഹൂദോസ് ഈത്തോ ഞായറാഴ്ചയായി ആചരിക്കുകയാണ്. ഹൂദോസ് ഈത്തോ ഞായറാഴ്ച എന്ന ഈ തിരുനാളിൻ്റെ അർത്ഥം സഭയുടെ നവീകരണം എന്നാണ്. ഹൂദോസ് എന്ന വാക്കിന് നവീകരണം, പുതുക്കൽ, സമർപ്പണം എന്നൊക്കെ അർത്ഥമുണ്ട്. നവീകരിച്ച് പുതുതാക്കി ദൈവമായ കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഈ തിരുനാൾ ആചരണത്തിൻ്റെ പ്രത്യേകത. നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. പെസഹ തിരുനാളിന് ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന യേശു തമ്പുരാൻ ദേവാലയം ശുദ്ധീകരിക്കുന്നതും തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചനം നടത്തുന്നതും യേശുവിൻ്റെ ഉത്ഥാനത്തിനു ശേഷം യേശു തമ്പുരാൻ ഇപ്രകാരം പ്രവർത്തിച്ചിരുന്നുവെന്നും ഇപ്രകാരം പറഞ്ഞിരുന്നുവെന്നും ശിഷ്യന്മാർ അനുസ്മരിക്കുന്നതുമാണ് വേദവായനയുടെ ഇതിവൃത്തം. നമുക്കറിയാവുന്നതുപോലെ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ പെസഹ തിരുനാളും അതിൻ്റെ ആചരണവും എഴുതി വച്ചിരിക്കുകയാണ്. മറ്റു സുവിശേഷങ്ങളിൽ, സമാന്തര സുവിശേഷങ്ങളിൽ ഈ ഭാഗം ജെറുസലേമിലേക്കുള്ള യാത്രയുടെ അവസാന ഭാഗമായി യേശു തമ്പുരാൻ രാജകീയമായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന കഴുതക്കുട്ടിയുടെ പുറത്ത് ഓശാന വിളികളുടെ അകമ്പടിയോടെ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി എഴുതി വച്ചിരിക്കുന്നു. ഓരോ സുവിശേഷകനും ഓരോ ഭാഗവും അത് നിശ്ചിത സ്ഥലത്ത് എഴുതുന്നതിന് പ്രത്യേകമായ ദൈവശാസ്ത്രങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ ദൈവശാസ്ത്ര വശങ്ങളിലേക്കല്ല കടക്കുക, മറിച്ച് ഇന്ന് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന ഈ ഹൂദോസ് ഈത്തോ തിരുനാളിൽ നമ്മെ പഠിപ്പിക്കുന്ന ചെറിയ ചില സന്ദേശങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇപ്രകാരം ഒരു തിരുനാൾ ആചരിക്കുന്നതിന് യഹൂദർക്ക് പ്രത്യേകമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ദാവീദിൻ്റെ മകനായ സോളമൻ പണി കഴിപ്പിച്ച ദേവാലയം പിന്നീട് അനേക വിദേശ ആക്രമണങ്ങളാൽ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും പുനർപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അനേക പ്രാവശ്യം. ഇപ്രകാരം ദേവാലയം അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന ഒരു വിദേശ രാജാവ് യഹൂദരെ കീഴടക്കുകയും ദേവാലയത്തിൽ നിഷിദ്ധ വസ്തുക്കൾ കയറ്റി ദേവാലയത്തെ അശുദ്ധമാക്കുകയും ചെയ്തു. അതിനു പകരമായി യൂദാസ് മക്കബയരുടെ നേതൃത്വത്തിൽ ഈ ദേവാലയം തിരികെ പിടിക്കുകയും ദേവാലയത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഇപ്രകാരം യൂദാസ് മക്കബയരുടെ നേതൃത്വത്തിൽ ദേവാലയം തിരികെ പിടിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് പുനഃപ്രതിഷ്ഠിച്ച് അവിടെ ബലികളും പ്രാർത്ഥനകളും ആരംഭിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ ഹൂദോസ് ഈത്തോ, ദേവാലയത്തിൻ്റെ നവീകരണം, സഭയുടെ നവീകരണം എന്ന രീതിയിൽ യഹൂദർ തിരുനാൾ ആചരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഈ തിരുനാൾ, പ്രത്യേകമായി സുറിയാനി ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഈ തിരുനാൾ കടന്നു വന്നത്. ഇതിനെ നവീകരണത്തിൻ്റെ തിരുനാൾ എന്നും പ്രതിഷ്ഠാ തിരുനാൾ എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്, നമ്മൾ അതിനെ വിവരിക്കുന്നുണ്ട്. ദേവാലയത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെയും നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും പ്രതിഷ്ഠിക്കുകയും കർത്താവിനെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് ഈ തിരുനാൾ ആചരണത്തിൻ്റെ പ്രത്യേകത. നമുക്ക് വചനഭാഗത്തേക്ക് പ്രവേശിക്കാം. യേശു തമ്പുരാൻ ജെറുസലേമിലേക്ക് കടന്നു വരികയും പെസഹ അടുത്തിരുന്നതിനാൽ ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത്
അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനോട് അനുസ്മരിച്ചു. നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ ഭാഗത്തെ ധ്യാന സൗകര്യത്തിനായി രണ്ടായി തിരിച്ചാൽ ഇതാണ് അതിൻ്റെ ആദ്യ ഭാഗം. യേശു തമ്പുരാൻ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് മൃഗങ്ങളെ വിൽക്കുന്നവരെയും പ്രാവുകളെ വിൽക്കുന്നവരെയും നാണയമാറ്റക്കാരുടെ മേശകളും തട്ടിമറിക്കുന്നു. അതിൻ്റെ പഴയ നിയമ വചനഭാഗമായി ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്, അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നു. ഈ രണ്ട് വചനഭാഗങ്ങൾ അതിന് അടിക്കുറിപ്പ് പോലെ എഴുതി വച്ചിരിക്കുകയുമാണ്. യഹൂദരുടെ രീതി അനുസരിച്ച് എല്ലാ ആളുകളും തീർത്ഥയാത്ര പോവാറുണ്ട്. ഈ തീർത്ഥയാത്രയിൽ, യഹൂദരുടെ തീർത്ഥയാത്രയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ജെറുസലേം ദേവാലയത്തിലേക്കുള്ള തീർത്ഥയാത്ര. ഇപ്രകാരം തീർത്ഥയാത്ര നടത്തുമ്പോൾ ബലിയർപ്പിക്കുക എന്നത് പ്രധാനമാണ്. എന്നാൽ ബലിയർപ്പിക്കുന്ന മൃഗം ഊനമറ്റതായിരിക്കണം. ബലിമൃഗം ഒരു യഹൂദ ദേവാലയത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചിട്ടുള്ളതായിരിക്കണം എന്ന് പ്രത്യേകമായി നിഷ്കർഷിച്ചിരിക്കുന്നു. ആയതിനാൽ ഈ ഊനമറ്റ മൃഗത്തെ ബലിയർപ്പിക്കാൻ ദൂരെ നിന്ന് കടന്നു വരുന്നവർക്ക് സൗകര്യമുണ്ടാക്കി. ഇപ്പോൾ വിദേശത്ത് നിന്ന് ദൂരെ നിന്ന് ഒരാൾ കടന്നു വരുമ്പോൾ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മൃഗത്തെ കൊണ്ടുവരികയും ആ മൃഗത്തെ ബലിയർപ്പിക്കുകയും ചെയ്യുക പ്രയാസകരമായ കാര്യമാണ്. ആയതുകൊണ്ട് തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായി ബലിമൃഗത്തെ വാങ്ങാൻ ജെറുസലേം ദേവാലയത്തിൻ്റെ വിജാതീയരുടെ സ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കച്ചവടം നടത്തിയിരുന്നു. ഒപ്പം തന്നെ വിദേശ നാണയങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ സ്വീകരിക്കുക സാധ്യമല്ല. ആയതുകൊണ്ട് തന്നെ ജെറുസലേം ദേവാലയത്തിൽ സ്വീകരിക്കാൻ സാധ്യമായ നാണയങ്ങൾ വിദേശത്ത് നിന്ന് വരുന്നവർക്കും ദൂരെ നിന്ന് വരുന്നവർക്കും ലഭ്യമാക്കുക എന്ന സൗകര്യത്തോടു കൂടി, എന്ന ക്രമത്തോടു കൂടിയാണ് ഇപ്രകാരം കാളകളെയും ആടുകളെയും പ്രാവുകളെയും ഒക്കെ വിൽക്കുന്നതും നാണയമാറ്റക്കാരുടെ മേശകളുമൊക്കെ ദേവാലയത്തിൽ വിജാതീയരുടെ സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുക. എന്നാൽ നമ്മൾ ഇതിൻ്റെ സക്കറിയ പ്രവാചകന്റെ പുസ്തകവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ജെറുസലേമിലും യൂദയായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും. അന്ന് കുതിരകളുടെ മണികളിൽ കർത്താവിന് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. ദേവാലയത്തിലെ കലങ്ങൾ ബലിപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ പവിത്രമായിരിക്കും. ജെറുസലേമിലെ യൂദയായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും. തന്മൂലം ബലികൾ അർപ്പിക്കുന്നവർ വന്ന അവ വാങ്ങി ബലിയർപ്പിച്ച് മാംസം അവയിൽ പാകം ചെയ്യും. ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. സക്കറിയ പ്രവാചകന്റെ പുസ്തകം അവസാന അധ്യായം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: ഇനി മുതൽ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. ഇപ്രകാരം ആ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുക. യേശു തമ്പുരാൻ തൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, പിതാവിന് പ്രതിഷ്ഠിച്ച ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം കച്ചവടക്കാരെ പുറത്താക്കുന്നതിന് ഒരു പ്രവാചക ദൗത്യമുണ്ട്, ഒരു പ്രവാചക ശുശ്രൂഷയുണ്ട്. ആ പ്രവാചക ശുശ്രൂഷ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൂർത്തീകരണമാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതിന് കാരണം കുതിരയുടെ നെറ്റിപ്പട്ടയിൽ കർത്താവിന് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. അതായത് പുരോഹിതന്റെ നെറ്റിപ്പട്ടയിൽ എഴുതുന്ന വിശുദ്ധി എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. കുതിരകളുടെ നെറ്റിപ്പട്ടകളിൽ കർത്താവിന് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. ദേവാലയത്തിലെ പാത്രങ്ങളെല്ലാം വിശുദ്ധമായിരിക്കും. ഇപ്രകാരം വിശുദ്ധി സർവ്വയിടത്തേക്കും വ്യാപിക്കുകയാണ്. ആയതുകൊണ്ടാണ് അതിന് തൊട്ടടുത്ത വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർ ഇപ്രകാരം അവൻ പറഞ്ഞിരുന്നു എന്ന് വിശ്വസിച്ചു. കാരണം ഇതാണ്: അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ തൻ്റെ വിശുദ്ധി എല്ലായിടത്തേക്കും വ്യാപിച്ചു. അതുകൊണ്ടാണ് അവൻ പറയുക, കുരിശിൽ അവൻ തന്നിലേക്ക് സർവ്വസൃഷ്ടജാലങ്ങളെയും ആകർഷിച്ചു എന്ന് പറയുക. രണ്ടാമതായി മറ്റൊരു വാക്യം, പഴയ നിയമവാക്യം ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് സങ്കീർത്തന പുസ്തകം 69-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള, പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന്. ഇപ്രകാരം തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത വിഴുങ്ങിക്കളഞ്ഞു എന്ന് സങ്കീർത്തനം 69-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഈ 69-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം.
സങ്കീർത്തനം 69 എഴുതി വെക്കുന്ന ഗ്രന്ഥകാരൻ ഒരിക്കലും ഒരു ആഘോഷ സമയത്ത് എഴുതി വെക്കുന്നതല്ല, മറിച്ച് ഒരു പരിത്യക്തൻ്റെ പീഡിതൻ്റെ വിലാപം എന്ന പോലെയാണ് സങ്കീർത്തനം 69 എഴുതി വയ്ക്കുക. അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: എന്നെ പീഡിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ മൗനിയായിട്ട് നിൽക്കുകയാണ്, സഹോദരന്മാർക്ക് മുമ്പിൽ ഞാനൊരു പരിഹാസപാത്രമായി എന്നിങ്ങനെ 69 സങ്കീർത്തനം എഴുതി വയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്കിയായി എഴുതി വയ്ക്കുകയാണ്: എങ്കിലും തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. ആ തീഷ്ണത എന്ന വാക്കിന് ജലസി എന്നൊക്കെ, സീൽ എന്ന് ഇംഗ്ലീഷ് അർത്ഥമുണ്ടെങ്കിലും ജലസി എന്നാണ് ബൈബിൾ ഭാഷ്യത്തിൽ നമ്മൾ കാണുക. ബൈബിൾ ഭാഷ്യത്തിൽ ജലസി എന്ന് കാണുക കർത്താവിന് തൻ്റെ ആളുകളെക്കുറിച്ച് അസൂയ ഉണ്ടായി എന്നാണ്. കർത്താവ് തൻ്റെ ആടുകളെക്കുറിച്ച് അസൂയാലുവായി എന്ന് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതും ഈ കർത്താവിൻ്റെ പീഡാസഹനത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതി വച്ചിരിക്കെങ്കിലും ഇത് പെസഹ തിരുനാളിനോടനുബന്ധിച്ച വേദഭാഗമാണ്. പെസഹ തിരുനാളിന് ദേവാലയത്തിലേക്ക് പോയ യേശു തമ്പുരാൻ ആ ദേവാലയത്തിൽ കച്ചവടക്കാരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 21 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധി എങ്ങും വ്യാപിക്കുന്ന പ്രവചന പൂർത്തീകരണമാണ്. സങ്കീർത്തനം 69 തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത വിഴുങ്ങിക്കളഞ്ഞു എന്ന് ആവർത്തിക്കുമ്പോൾ അത് അവൻ്റെ മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇത് സുവിശേഷത്തിൽ ഇപ്രകാരം തന്നെ എഴുതി വച്ചിരിക്കുന്നു: അവൻ്റെ ശിഷ്യന്മാർ ഇപ്രകാരം അത് ഓർമ്മിച്ചു. പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത, ആ സീൽ, ആ ജലസി എന്ന് പറയപ്പെടുന്ന കാര്യം അത് അവനിൽ നിറവേറി എന്ന് വായിക്കുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ തന്നെ 2ാമത്തെ ഭാഗം ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: യഹൂദന്മാർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ഇതൊരു വലിയ അത്ഭുതമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞിനെ വെള്ളമാക്കിയവൻ ഇവിടെ തൻ്റെ ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇനിമേൽ ദേവാലയമല്ല, തൻ്റെ സ്ഥാനാകുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് താനാകുന്ന ദേവാലയം പുനഃപ്രതിഷ്ഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ തിരുനാളിൻ്റെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. ഈ സന്ദേശം ഇപ്രകാരമാണ്: സക്കറിയ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ടിരുന്ന പ്രകാരം കർത്താവിൻ്റെ വിശുദ്ധി ലോകമെങ്ങും വ്യാപിക്കുകയാണ്. കർത്താവിൻ്റെ വിശുദ്ധി പ്രപഞ്ചം ഒന്നാകെ വ്യാപരിക്കുകയാണ്. അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന സങ്കീർത്തന വചനവും അവൻ്റെ ക്രൂശിലേക്കും ഉത്ഥാനത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ആ ഉത്ഥാനത്തിൻ്റെ പരിമളം, ആ കുരിശിൽ അവനെ ഞെക്കിപ്പിഴിഞ്ഞപ്പോൾ, കുരിശിൽ അവൻ പീഡ സഹിച്ചപ്പോൾ അവൻ്റെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകിയ രക്തത്തിൻ്റെ പരിമളം ലോകം മുഴുവൻ, വിശുദ്ധിയുടെ പരിമളം ലോകം മുഴുവൻ വ്യാപരിക്കുകയാണ്. അങ്ങനെ ആ വിശുദ്ധിയുടെ പരിമളത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മെ തന്നെയും പുനഃപ്രതിഷ്ഠിച്ച്, നമ്മെ തന്നെയും നവീകരിച്ച് കർത്താവിന് സ്വീകാര്യമായ ആലയങ്ങളാക്കി സമർപ്പിക്കുവാൻ ഈ തിരുനാൾ ആചരണം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ തിരുവചനവും നമ്മെ ക്ഷണിക്കുന്നത് നമ്മെ തന്നെ കർത്താവിന് സ്വീകാര്യമായ ആലയങ്ങളായി പ്രതിഷ്ഠിക്കുവാനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി ലോകമെങ്ങും വ്യാപരിക്കുന്നതിൻ്റെ ഭാഗം എങ്ങനെയാണ്? അത് എല്ലാം കർത്താവിന് എന്ന് എഴുതി വയ്ക്കപ്പെടും. എല്ലാത്തിലും കർത്താവിൻ്റെ വിശുദ്ധി എന്ന് എഴുതപ്പെടും. കർത്താവിന് വിശുദ്ധമെന്ന് എഴുതപ്പെടും. ഈ കർത്താവിന് വിശുദ്ധമെന്ന് എഴുതപ്പെടാൻ തക്കവണ്ണം നമ്മെ തന്നെ നവീകരിക്കാൻ ഈ തിരുനാൾ ആചരണം നമുക്ക് സാധിക്കട്ടെ. ഹൂദോ സീത്തോ തിരുനാളിൻ്റെ എല്ലാവിധമായ നന്മകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.